ഹേ ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മുടെ പാറക്കുട്ടിയുടെ ബർത്ത്ഡേ കഴിഞ്ഞിട്ടുള്ള പിറ്റേ ഡേ ആണ് കേട്ടോ. അപ്പോൾ ഇത് അമ്മമ്മ കൊണ്ടുവന്ന ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ ആൾക്ക് ഇതിട്ടുകൊണ്ട് പോകണമെന്ന് പറഞ്ഞപ്പോൾ നല്ല ഹാപ്പി ആയിട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് അങ്കൻവാടി പൊക്കോളെ കരയൂലെന്നാണ് കേട്ടോ കുട്ടി ആംഗ്യം കാണിക്കുന്നത്. അപ്പോൾ ചില കാര്യങ്ങളിൽ ഞങ്ങൾ ആംഗ്യങ്ങളൊക്കെ കേട്ടോ കാണിക്കുക. ഞങ്ങൾ അങ്ങോട്ട് സംസാരിച്ച് അങ്ങോട്ട് വന്നുള്ളൂ കേട്ടോ ഗൈസ്. ഞങ്ങൾ കൂട്ടിയൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. ചെറിയ ചെറിയ വാക്കുകളിൽ കൂടെ ഞങ്ങൾ പറഞ്ഞ് വന്നുള്ളൂ. പാറക്കുട്ടി ഇപ്പോൾ 3 വയസ്സാണ് കേട്ടോ അയാക്കുന്നത്. പക്ഷേ അവൾ സംസാരിച്ച് തുടങ്ങിയത് ഇപ്പോഴാണ് കേട്ടോ. എന്തെങ്കിലുമൊക്കെ ആയിട്ട് പറഞ്ഞു തുടങ്ങിയതൊക്കെ. അപ്പോൾ അങ്കൻവാടി പോണ വഴിക്ക് ഞാൻ എവിടേക്കാണ് പോണേന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ സാറുക്കുട്ടീനെ നല്ല ഭംഗിയുണ്ട് ഈ ഡ്രസ്സിൽ കാണാനിട്ട്. മാച്ച് ബാഗും സ്ലൈഡൊക്കെ ഉണ്ട് ഇട്ടാക്കുന്നത്. വരുമ്പോൾ ഈ സ്ലൈഡൊക്കെ ഉണ്ടാവുമെന്ന് ദൈവത്തിന് മാത്രമേ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ എന്തായാലും അങ്കൻവാടി അടച്ചിട്ടാക്കണമായിരുന്നു കേട്ടോ. കാരണം പിള്ളേരൊക്കെ പുറത്തോട്ട് പോകുന്നു പറഞ്ഞിട്ട് കഥ കടച്ചിട്ടാക്കണമായിരുന്നു. നല്ല മുടിയൊക്കെ നല്ല നീറ്റാക്കി വെച്ചിട്ടാണ് കൊണ്ടുപോകുന്നത്. വരുമ്പോൾ ഇതൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഈ കോലമൊന്നും ആയിരിക്കില്ല. ചിലപ്പോൾ ബുഷക്കൂരി സ്ലൈഡൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇട്ടിട്ടുണ്ടാവും. പിന്നെ ബാഗിൽ വെച്ചിട്ടുണ്ടാവും കേട്ടോ ടീച്ചർമാർ. അങ്ങനെ കൊണ്ടുവരാൻ ഞാനൊരു ഉച്ചയ്ക്ക് ആയപ്പോഴേക്കും ചെന്നായിരുന്നു കേട്ടോ. അപ്പോൾ ചെന്നപ്പോൾ ഫുഡ് മൊത്തം കഴിച്ചു എന്നാണ് കേട്ടോ പറയണം. അങ്കൻവാടിയിൽ അങ്ങനെ അവൾ ഫുഡ് കഴിക്കാറില്ല. ഇന്നെന്തോ കഴിച്ചു, കാരണം കാലത്തൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ മഴ ചെറുതായിട്ട് ചാറുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുട പിടിക്കാമെന്നാണ് കേട്ടോ ഞാൻ പറയണത്. അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ സ്ലാബാണ്. അപ്പോൾ നമുക്ക് 2 പേർ കൂടി ഒരുമിച്ച് ഇറങ്ങാൻ പറ്റില്ല. അപ്പോൾ ഓരോരുത്തരായിട്ട് ഇറങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ അവൾക്ക് കുട മര്യാദക്ക് പിടിക്കാൻ പറ്റുന്നില്ല, കുടയുടെ വെയിറ്റ് കാരണം. അപ്പോൾ ഞാൻ വന്ന വഴിക്ക് ഇങ്ങനെ ഓരോന്നും ചോദിക്കുകയാണ്. ചോറ് തിന്നോ, കറി തിന്നോ, കറി കഴിച്ചോ, വെള്ളം കുടിച്ചോ എന്നൊക്കെ ഓരോന്ന് ചോദിക്കുമ്പോൾ ഓരോന്നായിട്ട് മറുപടി പറയേണ്ടത്. ഇന്ന് കണ്ട സ്ലൈഡും ബുഷൊക്കെ തലയിൽ തന്നെ ഉണ്ട്. എന്തോ ഒരു ഭാഗ്യം. അങ്ങനെ അവളുടെ നിന്ന് കുട ഞാൻ വാങ്ങിച്ച് പിടിച്ചു. പിന്നെ നേരെ വീട്ടിലോട്ട് പോയി. അപ്പോൾ ഇത്രയുള്ള വീഡിയോ.